അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അവൻ തന്ന സമ്പത്ത് ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്നതിനെയും പിശുക്ക് കാണിക്കുന്നതിനെയും ശക്തമായി ആക്ഷേപിച്ചു പറയുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമ്പത്ത് അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ നമ്മളോട് കൽപ്പിക്കുകയും അതിയായി പ്രേരിപ്പിക്കുകയും ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവൻ നമുക്ക് തന്ന സമ്പത്ത് അതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ ഒരുപാട് പ്രേരിപ്പിച്ചതായി കാണാം. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. ഒരു ശുപാർശയോ ഒരു ചങ്ങാത്തമോ ഉപകരിക്കാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുക. നോക്കൂ, അള്ളാഹുവിന്റെ പ്രയോഗം നോക്കൂ. നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്നാണ് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിൻ തയ്യിബാതി മാ കസബ്തും. മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ സമ്പാദിച്ച നിങ്ങളുടെ നല്ല സമ്പത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുക. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ വിശേഷണമായി അല്ലാഹു പറഞ്ഞു, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അവർ എന്ന് സൂറത്തുൽ ബഖറയിൽ മുഅ്മിനീങ്ങളുടെ വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും.